ബ്രേക്കപ്പ് ഓർ ഡെത്ത് ഇതിൽ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഏതാണ്? രണ്ടും ഒരുതരം ലോസ് ആണല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത്? ഡേ 2 ഓഫ് ഡീകോഡിംഗ് ഹ്യൂമൻ ഇമോഷൻസ്. നിങ്ങളൊരു എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്ത് ജയിക്കുന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് 2 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ തോന്നുക? തൊണ്ടയിടറും, കണ്ണ് കലങ്ങും, അല്ലേ? ഈ ഒരു ഇമോഷൻ പറയുന്ന പേരാണ് സാഡ്നെസ് അഥവാ സങ്കടം. കോമൺ ആയിട്ട് 3 തരം സാഡ്നെസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഡിസപ്പോയിൻമെന്റ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമിന്റെ കാര്യം. അതായത് നമ്മൾ വിചാരിച്ച ഒരു കാര്യം നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരുതരം ടൈപ്പ് ഓഫ് സാഡ്നെസ് ആണ് ഡിസപ്പോയിൻമെന്റ്. ഇനി രണ്ടാമത്തേത് ഗ്രീഫാണ്. അതായത് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ അത് ഡെത്ത് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഇനി കോളേജിന്റെ അവസാന നാളുകളായിരിക്കാം. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹോപ്പ്ലെസ്നെസ് ആണ്. അതായത് മുന്നിൽ ഇനി ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല, ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ചെയ്യുന്ന ഒരു ഹോപ്പും ഇല്ലാത്തപ്പോൾ തോന്നുന്ന ഒരുതരം സാഡ്നെസ് ആണ് ഹോപ്പ്ഫുൾനെസ്. ഇനി ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ബ്രേക്കപ്പ് ആണോ ഡെത്ത് ആണോ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം തരുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ടൈപ്പ് ഓഫ് സാഡ്നെസ് ഗ്രീഫാണ്. അതായത് ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു സങ്കടം. അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് ഹോപ്പ്ഫുൾനെസ് എന്ന ടൈപ്പ് ഓഫ് സാഡ്നെസ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരാൾ പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബ്രേക്കപ്പിന്റെ കാര്യമാണെങ്കിൽ ഇതിലും നമുക്ക് പ്രധാനമായിട്ട് ഗ്രീഫ് എന്ന ടൈപ്പ് ഓഫ് സാഡ്നെസ് തോന്നും. പിന്നെ രണ്ടാമത്തേത് ഡിസപ്പോയിൻമെന്റ് തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് അവർ നമ്മളെ വിട്ടുപോയത്, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. മൂന്നാമത്തേത് ഹോപ്പ്ഫുൾനെസ് ആണ്. അതായത് ഇവർ നമ്മളെ വിട്ടുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊരു ഫീലും കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബ്രേക്കപ്പ് നടക്കുന്ന സമയത്ത് ഒരാൾക്ക് ഈ 3 ടൈപ്പ് ഓഫ് സാഡ്നെസ് വരികയാണെങ്കിൽ ഇയാൾക്ക് ബ്രേക്കപ്പ് ആയിരിക്കും ഡെത്തിനേക്കാൾ പെയിൻഫുൾ ആയിട്ട് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് സാഡ്നെസ് വന്നാലും അതിന് ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ടിയേഴ്സ് ആണ്. അതായത് സങ്കടം വന്നാൽ കരയുക. ഓരോ കരച്ചിൽ കഴിയും തോറും നിങ്ങൾ ആ ഒരു ഇമോഷണൽ ബാഗേജ് കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ക്രൈയിങ് ഈസ് നോട്ട് എ വീക്ക്നെസ്.